ആയിട്ടുള്ള എഗ് പഫ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വിത്തിൻ 30 മിനിറ്റ്സ് എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതെന്ന് അമ്മ കാണിച്ചു തരും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അപ്പോൾ നമുക്ക് നല്ല മൊരിഞ്ഞ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഫ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചേക്കുന്നത് എഗ് പഫ്സിൻ്റെ സ്ക്വയർ ഷീറ്റാണ്. ഇത് റെഡിമെയ്ഡ് ആണ് കേട്ടോ. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവാള അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ മല്ലിയില. അതിനുശേഷം 2 എഗ്ഗ് നന്നായിട്ട് ബോയിൽ ചെയ്ത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ 1/2 ടീസ്പൂൺ ഇല്ല, കുറച്ച് ഗരം മസാല എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുവാണ്. പിന്നെ അത് ഈസി ആയിരിക്കും നമുക്ക് ആഡ് ചെയ്തെടുക്കാൻ. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അത് നന്നായിട്ട് ചൂടായി വരട്ടെ. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതൊന്ന് പച്ചമണം മാറുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരുവിധം വലുപ്പമുള്ള സവാളയായിരുന്നു ഉപയോഗിച്ചത്. അതിപ്പോൾ പാത്രത്തിനകത്ത് നിറച്ചുമുണ്ട് ഏകദേശം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് നമുക്ക് ഏകദേശം കണ്ടാൽ അറിയാം ഏകദേശം എത്ര വേണ്ടി വരുന്നുള്ളത്. അതനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നമുക്കൊരു പാത്രം വെച്ച് അടച്ചു കൊടുക്കാം. അടച്ച് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്കത്. ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഞാനിവിടെ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ. 1 ടേബിൾ സ്പൂൺ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയുടെ അളവ് ഇച്ചിരി കൂട്ടാം, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ അനുസരിച്ചിട്ട്. ഇവിടെ പിന്നെ എല്ലാവർക്കും കൊളസ്ട്രോളൊക്കെ വരുന്നത് കാരണമാണ് ഇതിൻ്റെ അളവൊക്കെ കുറച്ച് ഒഴിക്കുന്നത്. കുറച്ച് ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആയിട്ട് മാറ്റാമെന്ന് ഓർത്തിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എണ്ണയുടെ അതായത് വെളിച്ചെണ്ണ കുറച്ചും കൂടെ കൂട്ടണമെങ്കിൽ കൂട്ടി ഒഴിക്കാം. കുറച്ചും കൂടെ സമയം നമുക്ക് അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മാത്രമേ മസാലകൾ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അതിൽ ഭയങ്കരമായിട്ട് കുത്തല ചുവ നമുക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത മസാലകളെല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും 4 പപ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ഉള്ളി തന്നെ ധാരാളമാണ്, ഈ ഒരു മസാല തന്നെ ധാരാളമാണ്. ഇവിടെ കുട്ടികൾക്ക് എരിവൊക്കെ കുറച്ച് മതി. ഈവൻ ഞങ്ങൾക്ക് എല്ലാവർക്കും എരിവ് കുറച്ച് മതി. അതുകൊണ്ടാണ് കുറച്ച് മുളകൊക്കെ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. എരിവൊക്കെ നന്നായിട്ട് വേണമെന്നുള്ളവർക്ക്, അതായത് ചുവന്ന മുളകും പച്ചമുളകൊക്കെ വേണം, അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞങ്ങൾക്ക് കുറച്ചേ വേണ്ടൂ, അതുകൊണ്ടാണ് കുറച്ച് ആഡ് ചെയ്തത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു പാത്രം വെച്ച് നമുക്കിനി അടച്ചു വെക്കാം. ചെറു തീയിൽ വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ, അല്ലേ പിന്നെ കരിഞ്ഞു പോകും മസാല എല്ലാം കൂടെ. ഇതിപ്പം ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പപ്സിന് നമുക്ക് ഇത്രയും വഴണ്ടാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്.
നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് അടച്ചു വെക്കാം. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അതിനിടയിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ പാകം ഇല്ലാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ മുറിച്ച് വെച്ച മല്ലിയില ഉണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ടെല്ലാം വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. മസാലയും ഉള്ളിയും എല്ലാം കൂടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കണ്ണൂരുകാർ സവാള എന്നല്ല കേട്ടോ പറയാം, ഞങ്ങൾ ഉള്ളി എന്നാണ് പറയുക. എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സവാള എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പൊക്കെ നല്ല അടിപൊളിയായി കറക്റ്റ് ഉപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് നോക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മുറിച്ച് വെച്ചിരുന്ന മുട്ടയുണ്ടായിരുന്നല്ലോ, നേരെ പകുതിയായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിലേക്ക് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മസാലയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഇത് ഈ ഒരു പപ്സിൻ്റെ മസാല എന്ന് വെച്ചാൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് കുറച്ച് മസാലകളൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റായിട്ടോ, നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിയും അതിൽ നല്ല ടേസ്റ്റായിട്ട് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ശരിക്കും വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഈ നമ്മുടെ എഗ്ഗിൻ്റെ പേസ്ട്രി ഷീറ്റ്സൊക്കെ നമുക്കിപ്പോൾ എല്ലായിടെയും അവൈലബിൾ ആണ്. സൂപ്പർ മാർക്കറ്റിലും എല്ലാ ഷോപ്സിലും തന്നെ ഇപ്പോൾ നാട്ടിലൊക്കെ എല്ലായിടെയും തന്നെ അവൈലബിൾ ആയിട്ട് കാണും. അപ്പോൾ ഒന്ന് വാങ്ങിച്ചിട്ട് നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇതപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്കപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ മസാലകളൊക്കെ തണുത്തതിന് ശേഷം ആണ് നമ്മൾ പേസ്ട്രി ഷീറ്റിനകത്ത് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 4 പേസ്ട്രി ഷീറ്റാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ഇന്നത്തെ പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള മസാല വെച്ച് കൊടുക്കാം നമുക്ക് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് മുറിച്ച് വെച്ച എഗ്ഗ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 2 സൈഡിൽ നിന്നും വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് മെൽറ്റായി വന്നിട്ടുണ്ട്. ആ ഷീറ്റ് ഫ്രീസറിലാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ അത് പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. 4 സൈഡും നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 4 പപ്സിൻ്റെ ഷീറ്റ് നമുക്ക് മസാല വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ 4 പപ്സും നമുക്കതിൻ്റെ ഷേപ്പിലാക്കിയതിന് ശേഷം നമ്മൾക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ അത് ബീറ്റ് ചെയ്ത് വെച്ചത് ഒരു ബ്രഷിനകത്താക്കിയിട്ട് നമുക്കിതിൻ്റെ മുകളിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ നല്ല യെല്ലോ കളറിൽ നല്ല മൊരിഞ്ഞ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എയർ ഫ്രയറിലാണ് ഇത് വെക്കുന്നത്. ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ എയർ ഫ്രയർ. ഇതിപ്പോൾ ഞാൻ 20 മിനിറ്റ്സ്
180 ഡിഗ്രിയിൽ വെച്ചതാണ്. അത് കണ്ടോ, നല്ല അടിപൊളി പപ്സായി വന്നിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ പപ്സാണ് കേട്ടോ. ഇത് ശരിക്കും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബേക്കറി പോയിട്ട് വാങ്ങാനേ തോന്നില്ല. ശരിക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സൂപ്പറായിട്ട് ഹാഫ് ആൻ അവർ കൊണ്ട് സൂപ്പറായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റിൽ അറിയിക്കണം. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു അഗെയിൻ.